ദിവസം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർ വിളിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പറയണം ശക്തിയായി പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ തകർന്നിരിക്കുകയാണ് ആരോഗ്യരംഗം. ആ കണക്കെല്ലാം വൈരുദ്ധ്യമാണ്. പേര് മാറ്റിയിട്ട് ഓരോന്ന് പറയുകയാണ്. നമ്മുടെ കാലത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് അത് വേറെ പേരാണ്. അപ്പം അങ്ങനെ മാറ്റി കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. സിസ്റ്റമിക് ഫെയിലുവർ ആണെന്നല്ലേ ഇന്നലെ പറഞ്ഞത്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ആണെങ്കിൽ ആരായിരുന്നു ഉത്തരവാദി? സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി. അവരാണ് ഒരു വലിയ പൂജ്യം. നമസ്കാരം. ഡോക്ടർ ഹാരിസിന് കേരളം നന്ദി പറയുന്ന ദിവസം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിയിരിക്കുന്നു. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ നടക്കുന്നു. ഒറ്റയാൾ പോരാട്ടത്തിന്റെ വിജയം. ഹൈദരാബാദിൽ നിന്നും രാവിലെ വിമാനമാർഗമാണ് ഉപകരണങ്ങൾ എത്തിയത്. അപ്പോൾ സർക്കാരിന്, ആരോഗ്യവകുപ്പിന്, സിസ്റ്റത്തിന് ചലിക്കാനറിയാം. കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇന്ന് കേരളം കണ്ടത്. ആ പ്രതിപക്ഷം പലതവണ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങളാണ് ഹാരിസും പറഞ്ഞത്. പക്ഷേ സ്വന്തം വകുപ്പിലെ തന്നെ ഒരാൾ വകുപ്പിന്റെ തന്നെ തലയ്ക്ക് വെടിവെച്ച വെളിപ്പെടുത്തൽ ഉണ്ടായതുകൊണ്ട് ഫലം കണ്ടു. അപ്പോൾ സർക്കാരിനെ നയിക്കുന്നത് ദുരഭിമാനമാണോ? നാളെ ഹാരിസിനെതിരെ അച്ചടക്ക നടപടി വരും എന്ന സൂചനയുണ്ട്. അത് ഇനി ഉയരാനിടയുള്ള നാവുകൾ അടപ്പിക്കാനാണ്. മുഖ്യമന്ത്രി തന്നെ അതിന്റെ സൂചന നൽകിക്കഴിഞ്ഞു. മറുവശത്ത് കണക്കിലെ കളി തുടരുകയാണ് ആരോഗ്യമന്ത്രി. കാര്യത്തിലേക്ക് കടക്കാൻ മന്ത്രി മടിക്കുന്നത് PR അഡിക്ഷൻ കൊണ്ടോ? ചെന്നിത്തല പറയുന്ന മാർക്കോ മന്ത്രിക്ക് കൊടുക്കേണ്ടത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. വീണ ജോർജ് വലിയ പൂജ്യമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും H. സലാം MLA, കോൺഗ്രസിൽ നിന്ന് KS ശബരിനാഥൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C. മാത്യു, കൂടാതെ KGM-CT-യുടെ പ്രതിനിധി ഡോക്ടർ അരവിന്ദ് CS എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ശബരി അല്പസമയത്തിനകം ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ ജോസഫ് C. മാത്യു, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കണ്ടത്. KGM-CT-യുടെ പ്രതിഷേധമോടെ നിൽക്കട്ടെ. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഈ മെഡിക്കൽ കോളേജുകളുടെ മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധം, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അതിൽ അണിനിരക്കുന്നത്. പിന്നെ അല്പം മുമ്പ് വന്ന വാർത്ത, മുഖ്യമന്ത്രി ഹാരിസിന് നൽകുന്ന മുന്നറിയിപ്പ്. ഈ രണ്ട് സംഭവങ്ങളെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വേണു, ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിലിൻ്റെ ഒരു സ്വഭാവം അദ്ദേഹം സഹി കേട്ടിട്ട് വിളിച്ചു പറഞ്ഞതാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യം ഉണ്ട്. ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയമായി LDF-നോട് അനുകൂലമായി നിൽക്കുന്നയാളാണ്. പ്രകടമായി തന്നെ അങ്ങനെ നിൽക്കുന്നയാളാണ്. കുടുംബപരമായി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അഴിമതിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഡോക്ടർ എന്ന് പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന കാര്യം, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ അധ്യക്ഷനുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ആരോപിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് അത്ര എളുപ്പമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ സഹി കേട്ടിട്ട് പറയുന്നതെന്ന് പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇത് ആവർത്തിച്ച് പോയി ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് ഇങ്ങനെ അത്യന്താപേക്ഷിതമാണ്, ഇത് ഉണ്ടെങ്കിലേ ഇവിടെ പ്രവർത്തനം നടക്കുകയുള്ളൂ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിശ്ചലമാണ് എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കി എടുക്കാൻ കഴിയുന്നില്ല. ഒരു 30,000 രൂപയുടെ ഫയൽ പാസ്സാക്കി വരുമ്പോഴത്തേക്ക് ഇത് 42,000 രൂപയായി. വീണ്ടും ഈ മുഴുവൻ സർക്യൂട്ടും അത് സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങാത്ത ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനോവേദന പറയുന്നത് എന്താണ്? രോഗികളിൽ നിന്ന് ഡോക്ടർമാർ യൂസർ ഫീസ് ഈടാക്കേണ്ടി വരികയാണ്. വ്യവസ്ഥിതി അനുസരിച്ച് ഫീസ് വാങ്ങുന്നില്ലെന്നാണ് വെപ്പ്. പക്ഷേ ഡോക്ടർമാർ ഈ വരുന്ന രോഗികളിൽ നിന്ന് ഏതോ ഏജൻറ്റിന് പണം അയപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഏജൻറ്റിന് എത്തേണ്ട തുക 40,000 എത്തിക്കഴിയുമ്പോഴാണ് ഇവിടെ സർജറി നടക്കുക. പക്ഷേ ഈ രോഗികൾ ധരിക്കുന്നത് എങ്ങനെ? എല്ലാ മനുഷ്യരും ധരിക്കുക എന്താണ്? ഇവിടെ സർക്കാർ ആശുപത്രിയാണ്, സർക്കാരാണ് സംവിധാനമൊക്കെ കൊടുക്കുന്നത്. ഈ ഡോക്ടർമാർ ഒരു ഏജൻറ്റിന് പണം അയക്കാൻ പറയുന്നത് ഇവർ തമ്മിലുള്ള വീതം വെപ്പാണ് എന്നേ കരുതുകയുള്ളൂ. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനോവേദന തുറന്നു പറയുകയാണ്. എൻ്റെ റെപ്യൂട്ടേഷൻ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ
ഇത് ചലിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ രോഗികളെല്ലാം നിവൃത്തി കേട്ടവരായി അവർ വേറെ മാർഗം തേടി പോകേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി പറയുന്ന മറുപടി എന്താണ്? മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളുടെ PR ആക്ടിവിറ്റിയെ തടസ്സപ്പെടുത്തി എന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം. അദ്ദേഹം പറയുന്നത് ഇത് ശത്രുക്കൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ പറയരുതെന്നാണ്. പിന്നെ എവിടെ പറയണം? അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞിടത്തു നിന്ന് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ഈ വ്യവസ്ഥിതിയിലെ ഈ പ്രശ്നം, ഈ ഫയല് ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ജീവിതത്തെക്കാൾ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം സമാന മനസ്കരായ ആൾക്കാരോട് പറയുകയാണ്, ഇത് ഇത്രത്തോളം ആയാൽ പോലും നിങ്ങൾ സഹിക്കണം, പുറത്തു പറയരുത്, കാരണം നമ്മുടെ പ്രചരണത്തെ അത് പരാജയപ്പെടുത്തും എന്ന് പറയുകയാണ്. ഈ പൊള്ളത്തരമാണ് ഇന്ന് രംഗത്ത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ സമരത്തെക്കുറിച്ച് അവർ പ്രതിപക്ഷത്താണ്, അവർ സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴെങ്കിലും ചെയ്യുന്നത് നല്ലത്. പക്ഷേ ഈ വിഷയം ഡോക്ടർ ഹാരിസ് പറഞ്ഞതും അതിനോടുള്ള പ്രതികരണവും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതിനെ ആരും കോണ്ടസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടോ മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ടോ പറഞ്ഞതാണെന്നുള്ള ഒരു ആരോപണം പോലും ആർക്കുമില്ല. മറിച്ച് മന്ത്രിയുടെ മറുപടി എന്താണ്? മന്ത്രി പറയുന്നത് 5 വർഷം മുമ്പ് 3.5 ലക്ഷം രോഗികൾ വന്നത് ഇപ്പോൾ 6.5 ലക്ഷം രോഗികളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്തായിരുന്നു? എന്താണത് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്? 2016 എന്താണ് പറഞ്ഞത്? 2021 എന്താണ് പറഞ്ഞത്? അപ്പോൾ 2016 മുമ്പ് UDF സർക്കാർ കുറേ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു പോയി. കാര്യമായ പ്രവർത്തനമൊന്നും നടന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് 10 വർഷം മുമ്പുള്ള കാര്യമാണ്. ഈ 10 വർഷം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഷഷ്ടിപൂർത്തിയായ മനുഷ്യന് 6-1 ജീവിതകാലത്ത്. 10 വർഷം ഒരു ചെറിയ കാലയളവല്ല. അപ്പോൾ ഈ 10 വർഷ കാലയളവിനുള്ളിൽ ഈ മെഡിക്കൽ കോളേജ്, പുതുതായി തുടങ്ങിയ മെഡിക്കൽ കോളേജ് സംവിധാനത്തിലോ താഴേക്കുള്ള ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലോ, ഇപ്പോൾ ഈ 2021 പ്രകടന പത്രിക പരിശോധിച്ചാൽ എന്താ പറയുന്നത്? ഈ മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ അവകാശം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഈ ഫയലിന് പിറകെ ഓടേണ്ടി വരില്ല. ബാക്കി എല്ലാ കോളേജുകൾക്കും എല്ലാത്തിനും സ്വയംഭരണാവകാശം കൊടുക്കുകയാണ്. ഇപ്പോൾ സ്വയംഭരണാവകാശം കൊടുത്തതിലേ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കില്ല. ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ 30 സെക്കൻഡ് മതി എന്ന് പറഞ്ഞ് അത് വലിയ നേട്ടമായി പറയുന്ന ഇവർ, യഥാർത്ഥ ജീവനുകൾ ഉറങ്ങുന്ന ഈ ഫയലുകൾ, അവിടെ രോഗികൾ, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിൽ നിൽക്കുന്ന രോഗികളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. സർജറി കാത്തു നിൽക്കുന്ന രോഗികളുടെ അവസ്ഥ, അവരുടെ ഫയൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കൂ. സൂപ്രണ്ടിൻ്റെ മുന്നിൽ നിന്ന് പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ നിന്ന് DMEയുടെ മുന്നിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ, അങ്ങനെ പോയി പാസ്സാക്കി വന്നപ്പോഴാണ് 30,000 രൂപ 42,000 രൂപയായി. വീണ്ടും ഈ ഫയലുകൾ ഈ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്ന് തുടങ്ങുകയാണ്. സൂപ്രണ്ട് എന്ന് പറയുന്നത് ന്യൂറോ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്ക് അധിക ചാർജ് കൊടുത്തിരിക്കുകയാണ്. പ്രിൻസിപ്പാളോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിൻ്റെ ഡയറക്ടറായി അധിക ചുമതലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് തകരാറിലായിരിക്കുന്നു. അവിടെ ഇരിക്കുന്നവർക്ക് അതിൽ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവിടെ ശ്രദ്ധിച്ചാൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ നൂലാമലകളും റെഡ് ടേപ്പിസോ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ അതിനെതിരെ പരാതിപ്പെടുന്ന പാർട്ടി ബന്ധുക്കളായിട്ടുള്ള നേരിട്ട് പവറിലിരിക്കുന്നവരോട് ആക്സസ് ഉള്ളവർക്ക് പോലും ഇതിടപെട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, രോഗികളുടെ എണ്ണം ഡബിളായതിൻ്റെ കാരണം താഴേക്കുള്ള ഹോസ്പിറ്റൽ ശൃംഖലകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇപ്പോഴും കടലാസിലാണ്. അപ്പോൾ എന്ത് പറ്റുമോ? ഈ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഏതാനും ആശുപത്രികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയും അവിടെ വലിയ രോഗികളുടെ തിരക്കുണ്ടാകുകയും ചെയ്യുന്നു. പക്ഷെ രോഗികളുടെ തിരക്കുണ്ടാകുമ്പോഴോ, ഈ 3.5 ലക്ഷം രോഗികൾ ഉണ്ടായിരുന്നപ്പോൾ 441 ഡോക്ടർമാരാണ് 22 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുണ്ടായിരുന്നത്. 6.5 ലക്ഷം രോഗികൾ വന്നപ്പോഴും 441 ഡോക്ടർമാരാണ് 22 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ളത്. ഫാക്കൽറ്റി ആണെങ്കിൽ അവിടെ ഒരു പഠന സ്ഥാപനവും കൂടിയാണ്. 115 പേരാണെന്നുള്ളത്, ഇപ്പോഴും അത്രയും പേരാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം 250 ആക്കി. ക്ലാസ് റൂമുകൾ അതിനനുസരിച്ച് മാറിയില്ല. അപ്പം നമ്മളിങ്ങനെ കിഫ്ബി വലിയ വികസനം ഉണ്ടായി ഇങ്ങനെ പറഞ്ഞ് PR കൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന വസ്തുത അതിൻ്റെ ഉള്ളിൽ നിന്നൊരാൾ പൊട്ടിത്തെറിച്ച് പറയുമ്പോൾ അതിനോട് എതിർ പ്രചരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അസ്വസ്ഥനായിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായി
ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാജയം ഏറ്റുപറഞ്ഞിട്ടാണ് ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങേണ്ടത്. ഇതാണ് ഹാരിസിൻ്റെ വിഷയത്തിൽ ഏറ്റവും പ്രകടമായി എനിക്ക് തോന്നുന്ന കാര്യം. അവിടുത്തെ പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, അവിടെ ലിഫ്റ്റ് മുതൽ ഓപ്പറേഷൻ തിയേറ്ററിലെ സാമഗ്രികൾ വരെയുള്ള കാര്യത്തിൽ ഉള്ള അപര്യാപ്തത ആ ആശുപത്രിയിൽ മാത്രമല്ല, നെടുകയുള്ള ആശുപത്രികൾ. RCCയിലെ ലിഫ്റ്റിൻ്റെ അപകടം നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് നമുക്കറിയാം, പത്തനംതിട്ടയിൽ മുള കെട്ടി മേളിൽ കയറ്റേണ്ടി വന്ന അവസ്ഥ അറിയാം, കളമശ്ശേരിയിലെ അറിയാം, കണ്ണൂരെ അറിയാം, ഓപ്പറേഷൻ തിയേറ്ററുകളിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ ഇപ്പോൾ അതിൻ്റെ സാമഗ്രികൾ വാങ്ങുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകൾക്ക് 14 മെഡിക്കൽ കോളേജുകൾക്കും കൂടി 530 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കി വെച്ചത്. ഈ 530 കോടി രൂപയിൽ ഈ മാർച്ച് 3-ാം തീയതി കെ ബാബുവിന് മറുപടിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത് 295 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നാണ്. ധനമന്ത്രി പറയുന്ന ഒന്നും കുറച്ചില്ലെന്ന് പറയുന്നത് ഞാൻ കണ്ടു ചാനലുകളിൽ. പക്ഷേ ഇത് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് വെട്ടിക്കുറച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏതാണ് മുൻഗണന, എവിടമാണ് വെട്ടിക്കുറയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ സർക്കാർ ഒരു ജനാധിപത്യ സമീപനം പുലർത്തുന്നില്ല, ഇടതുപക്ഷ സമീപനം ഒട്ടും പുലർത്തുന്നില്ല. ഈ രോഗികളോട് പോലും കരുണ കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വരുന്നത്. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. 2025 പുറത്തു വന്ന C&G ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് നടത്തിയ ഒരു പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇവർ നിയമസഭാ സാമാജികർക്കെല്ലാം കിട്ടിയതാണ്. അതിൻ്റെ 3-ാമത്തെ ചാപ്റ്റർ മരുന്നുകളുടെ ലഭ്യത പ്രശ്നത്തെക്കുറിച്ചും 4-ാമത്തെ ചാപ്റ്റർ ഇതുപോലത്തെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. 6-7 ചാപ്റ്ററുകളുള്ള വിശദമായ ഒരു റിപ്പോർട്ടാണ്. മരുന്നുകളുടെ കാര്യത്തിലോ CAG ചൂണ്ടിക്കാണിക്കുന്നത് 62,382 എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ഇൻസ്റ്റൻസിൽ മരുന്നുകൾ ലഭിക്കാത്ത, ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും 100 ദിവസത്തിന് മുകളിലാണ്. 4 വർഷമായിട്ടും ഒരു മരുന്ന് കിട്ടാത്ത അവസ്ഥകളും ഉണ്ട്. 26 ആശുപത്രികളിലായി 60 തവണ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതിൻ്റെ രേഖകൾ കളക്ട് ചെയ്ത് അത് CAG റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അവിടുത്തെ അതിൻ്റെ ക്രമീകരണങ്ങളുടെ പ്രശ്നമൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ആദ്യം മരുന്നുകൾ കൊടുക്കുന്ന സംവിധാനം നിലവിലില്ല. അങ്ങനത്തെ പല കാര്യങ്ങൾ പെർഫോമൻസ് ഓഡിറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തോടോ മുഖ്യമന്ത്രിയോടോ ആരോഗ്യമന്ത്രിയോടോ ഒന്നും ചികിത്സിക്കണമെന്നോ, ചികിത്സിക്കുമ്പം അതിനുള്ളിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടുന്ന കാര്യം, അതൊക്കെ നോട്ടക്കുറവെന്നോ സൂപ്പർവൈസറി ലാബ്സ് എന്നോ ഒക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നടപടിയെടുത്തില്ല എന്ന് നമുക്ക് പറയാം. ഇതങ്ങനെയല്ല. ഇത് ഈ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉത്തരവാദിത്വം. ഇവർ ആ സംവിധാനം മെച്ചപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ സംവിധാനം ഇങ്ങനെ കുത്തഴിഞ്ഞതായി തുടരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് അവഗണിക്കുന്നു, അത് വിളിച്ചു പറയുന്നവരെ ശാസിക്കുന്നു, അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് മാത്രം ചോദ്യമില്ലാതാവുന്നില്ല, ഇതവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും 1-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തായിരുന്നു നമ്മൾ എന്നും. അതുകൊണ്ടെന്താണ് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ് നമുക്കിതിൽ ആശ്വസിക്കാൻ കഴിയുമോ? ഈ പ്രശ്നങ്ങൾ യഥാർത്ഥമല്ലെങ്കിൽ, ഈ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ അതല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാനില്ലല്ലോ. അപ്പോൾ ഈ ആരോഗ്യരംഗം 10 വർഷത്തോളമായിട്ടും, 10 വർഷം എന്ന് ഞാൻ പറയുന്നത് ഒരു സർക്കാർ 5 വർഷമാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടല്ല. പക്ഷേ 2016 മുതലുള്ള കഥയാണ് ഇവരെല്ലാവരും പറയുക. അതിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആദ്യം ഏറ്റുപറയുകയും നമ്മൾ അനുഭവത്തിൽ നിന്ന് ഈ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് SATയിൽ അണുബാധ ഉണ്ടായ വിഷയം നമുക്കറിയാവുന്നതാണ്. അന്ന് മന്ത്രി അത് നിഷേധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നിഷേധിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? NHMൽ നിന്ന് അവിടെ ഫണ്ട് കൊടുക്കുകയും 2-3 കോടി രൂപ അധികം കൊടുക്കുകയും അണുബാധ തടയാനുള്ള ശ്രമം അവിടെ മാത്രമല്ല മറ്റ് ആശുപത്രികളിലും എടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ അത് നിഷേധിച്ചെങ്കിലും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുകയും ഒരു മെച്ചപ്പെടലുണ്ടാവുകയും ഇവിടെ ചെയ്തു എന്നുള്ള കാര്യമുണ്ട്. പക്ഷെ നമ്മൾ സമീപകാലത്തെല്ലാം കാണുന്നത് ഈ പറയുന്നവരെ ക്രൂശിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ നിന്നൊരു തിരുത്തലുണ്ടാകുന്നില്ല.
അതുകൊണ്ടാണ് ഈ മുരുകൻ്റെ വിഷയം, ആംബുലൻസിൽ ഉണ്ടായ മരണവും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ അവയവം റിസീവ് ചെയ്യാൻ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിനും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരികയും അതിൻ്റെ പേരിൽ നടപടി എടുക്കുകയും ചെയ്യേണ്ട സ്ഥിതി അതും ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ തെറ്റുകളിൽ നിന്ന് തിരുത്തൽ നടപടി ഉണ്ടാകുന്നില്ല, ആ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നുള്ള ആലോചന ഉണ്ടാകുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞവനെ ക്രൂശിക്കുകയും അത് എങ്ങനെയാണ് പ്രചരണം, നമ്മുടെ ഒരു പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ക്യാമ്പയിന് ഇവരെ സൈബർ അറ്റാക്ക് പോലെയുള്ള ക്രൂരതകൾക്ക് വിട്ടുകൊടുക്കാമോ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ എച്ച് സലാം, ഇവിടെ ഇപ്പോൾ ഇന്ന് വന്ന ഒരു ആശ്വാസ വാർത്ത അങ്ങേക്കും അറിയുന്നത് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ എത്തിയതാണ്, ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്ന വാർത്തയും വന്നു. ഇപ്പോൾ ഈ ഹാരിസിനെ ഏറ്റവും പ്രകോപിപ്പിച്ചത് വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 23-കാരൻ്റെ ഈ പറയുന്ന ശസ്ത്രക്രിയ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. സ്വന്തം മകൻ്റെ അതേ പ്രായമെന്നൊക്കെ പറഞ്ഞ് വൈകാരികമായി അദ്ദേഹം ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലം അതാണ്. ആ കുട്ടിയുടെ ശസ്ത്രക്രിയ വിജയകരമായി നടന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഈ പറയുന്ന 3 മാസത്തോളം ഈ ഹാരിസിൻ്റെ ഫയലിൽ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതിരുന്ന ഈ സംവിധാനത്തിന് 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ അതിവേഗ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്? ഈ നേട്ടത്തിനൊരു ഉത്തരവാദി ഉണ്ടാകുമെങ്കിൽ ആ കോട്ടവുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചൂണ്ടിക്കാട്ടിയതിൻ്റെ മറുപടി ആര് നൽകും? ഇതിനകത്തൊന്ന് ശ്രീ ജോസഫ് സി മാത്യു, അദ്ദേഹം നമ്മുടെ ആരോഗ്യ മേഖല മൊത്തം ബിഗ് സീറോയാണെന്ന് സ്ഥാപിക്കാൻ ഉള്ളൊരു നല്ല പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാനോ വേണുവോ ഒരു കാരണവശാലും അതിനപ്പുറമായി ഒന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. പ്രതീക്ഷിച്ചാൽ നമുക്ക് തെറ്റി എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഏത് കാര്യം വന്നാലും അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ യൂറോളജിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞ ചില വിവരങ്ങൾ അത് ഗൗരവമായി തന്നെ ഒരു സർക്കാർ സമീപിച്ചു എന്നുള്ള കാര്യം നമുക്ക് പൊതുവെ ബോധ്യമാണ്, ജനങ്ങൾക്ക് ബോധ്യമാണ്. 4 സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സമിതി നിശ്ചയിച്ചിട്ട് അവർ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അത് അപ്പോൾ തന്നെ ഉത്തരവിറക്കി. അതിപ്പോൾ അവർ വന്ന് പരിശോധന നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് വരുന്നതനുസരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേലെ അധികമായി നിലപാടെന്താ സ്വീകരിക്കാൻ പറ്റുക എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാകുന്നൊരു കാര്യം. ഇവിടെ ഒന്നുമേ നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് 1-2 കണക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോൾ കണക്ക് പറയുമ്പോൾ ആരോഗ്യമന്ത്രി കണക്ക് പറയുന്നു എന്നൊരു ആക്ഷേപം പോലെ അദ്ദേഹം പറയുന്നത്. കണക്ക് പറയണ്ടേ? നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നേരത്തെ ഉള്ള ഒരു സ്ഥിതിയും ഇപ്പോഴുള്ള സ്ഥിതിയും, നേരത്തെയുള്ള ഡെവലപ്മെൻറ്റ്സും ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സും, ചികിത്സാ മേഖലയിൽ നാം നടത്തിയ മാറ്റം, അതിൻ്റെ പുരോഗതി, ഇതെല്ലാം സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് ഭാഗമായിട്ട് മാത്രമല്ല. ശ്രീ ജോസഫ് സി മാത്യുവും അത്തരം കണക്കുകളൊന്ന് പരിശോധിച്ച് പറയേണ്ട ആൾ കൂടിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സപ്പോർട്ട് ചെയ്ത് പറയണ്ട, പക്ഷേ വസ്തുതാപരമായി ഡാറ്റ ഉപയോഗപ്പെടുത്തി പറയാൻ കഴിയേണ്ടത് നമുക്ക്. ഗവൺമെൻറ് ഭാഗമായി ഏതെങ്കിലും ഡാറ്റ തെറ്റായ ഡാറ്റയാണോ? രോഗികളുടെ നമ്പറിൻ്റെ കാര്യത്തിലോ, സൗജന്യ ചികിത്സ കൊടുത്തവരുടെ കാര്യത്തിലോ, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയതിൻ്റെ ഒരു പണത്തിൻ്റെ ചെലവഴിക്കപ്പെട്ട പണത്തിൻ്റെ കാര്യത്തിലുമല്ല. അദ്ദേഹം കിബി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ഷേപിച്ച് പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത്. കിബി എന്നൊക്കെ പറഞ്ഞിങ്ങനെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത്. വേണു യൂറോളജിയുടെ കണക്ക് മാത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശ കണക്കുണ്ടായിരിക്കും. ഈ 2024-25 ട്രിവാൻഡ്രത്തെ യൂറോളജിയിൽ മാത്രം വാങ്ങിച്ച ഉപകരണം 67 ലക്ഷം രൂപയുടെ ഉപകരണമാണ്. അവിടെ മാത്രം ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വാങ്ങിച്ച ഉപകരണം. കഴിഞ്ഞ വർഷം യൂറോളജി സർജറി അവിടെ നടന്നത് 2898. ഈ വർഷം ഇതുവരെ കഴിഞ്ഞ ഈ മാസം വരെ നടന്നത് 1327. ഈ മെയ് മാസം പ്രീവിയസ് മന്തിൽ നടന്ന 312. ജൂൺ മാസം ഇന്നലെ വരെ നടത്തിയത് 242 സർജറിയാണ്. അപ്പോൾ ഒരു സർജറിയിൽ ഒരു പ്രോബിൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ട് വന്നു എന്നുള്ളത് ശരിയാണ്. അത് പരിശോധിക്കണം, നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പരിശോധിക്കപ്പെടും. പക്ഷേ അതുകൊണ്ട് ഇതാകെ ഒന്നുമേ നടക്കാത്തൊരു സംഗതിയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മഹാമോശം, ഗവൺമെൻറ് മോശം, ആരോഗ്യവകുപ്പ് ആകെ ഇങ്ങനെ തകടം മറിഞ്ഞ് കിടക്കണം എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു പബ്ലിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യ മേഖല. അവിടേക്ക് ആശ്രയിക്കുന്ന രോഗികളുടെ നമ്പർ ചെറിയ നമ്പറല്ല. ഞാൻ ഈ കണക്ക് പറഞ്ഞ് ഈ കണക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത് PR വർക്കിൻ്റെ ഭാഗമായി പറയുന്ന കണക്കാണോ? ശ്രീ ജോസഫ് സി മാത്യു അദ്ദേഹം ആലോചിക്കുക, ആണോ അങ്ങനെയുള്ള കണക്കാണോ? ചെറിയ നമ്പറല്ല, രോഗികളുടെ നമ്പർ വരുന്ന വർധനവ്. അത് സ്വാഭാവികമായിട്ടും ആലോചിക്കുമ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ ഇന്ത്യയിലാകെയുള്ള സ്റ്റേറ്റുകളുടെ ഈ സൗജന്യമായ ചികിത്സയുമായി ബന്ധപ്പെട്ട 3 വർഷക്കാലം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സ്റ്റേറ്റ് അത് ഈ കേരളമാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തേക്കാൾ കൂടുതൽ. ആ കണക്ക് പറയുമ്പോൾ വെറുതെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PR വർക്കെന്ന് പറയാൻ പാടുണ്ടോ? അത് യാഥാർത്ഥ്യമല്ലേ? അതിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, എൻ്റെ മണ്ഡലത്തിലുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജാണ് ഓൾ ഇന്ത്യ ബേസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ വർഷത്തെ കണക്കിൽ. കേരളം 3 വർഷമായി വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? അതിൽ മരുന്ന് വാങ്ങിക്കുന്ന കണക്കില്ലേ? അതിൽ ചിലവഴിക്കുന്ന പണത്തിൻ്റെ കണക്കില്ലേ? ആ കണക്കൊന്നും ഒരു ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന കണക്ക്. ഇതിൽ യാഥാർത്ഥ്യമായ സംഗതിയല്ലേ? എത്ര ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നേരത്തെയുള്ള RSBI സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഷുറൻസ് സ്കീം, ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ UDF ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ആ ഗവൺമെൻറ് മോശമായി ആകെ വല്ലാതെ മോശം ചെയ്തു എന്നല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഗവൺമെൻറ് സമയത്ത് 30,000 രൂപയാണ് പെർ ഫാമിലിക്ക് അതിന് ചികിത്സാ സഹായമായി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ CASP ഉൾപ്പെടെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 5 ലക്ഷം വരെ പെർ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇതൊരു മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗം എത്രയോ പേർക്ക് സൗജന്യ ചികിത്സാ മേഖലയിൽ ആ സൗകര്യം കിട്ടുന്നു എന്ന കാര്യമില്ലേ? അന്ന് ചികിത്സാ രംഗത്ത് ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു നമ്പർ നോക്കിയാൽ 28.1 ലക്ഷമാണ്. 28 ലക്ഷത്തിൽ അല്പം കൂടിയാണ് UDF ഗവൺമെൻറ്. ഞാനിത് കമ്പാരിസൺ പറയുന്നത് ആ 2016 മുമ്പുള്ള UDFൻ്റെ കാലം, ശ്രീ VS ശിവകുമാർ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നോക്കിയാൽ പോരെ, മീഡിയ വണ്ണിൻ്റെയോ മറ്റേതെങ്കിലും ചാനൽസുകളുടെ. നിങ്ങൾ മീഡിയ വണ്ണിലേക്ക് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നോക്കൂ, ആർക്കൈവ് നോക്കൂ. നിങ്ങൾ അതിനകത്ത് നിങ്ങളതിനെ പ്രക്ഷേപണം എത്രയോ വാർത്തകൾ എൻ്റെ ഫോണിൽ കുറച്ച് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ ചാനലിൽ അല്ലാത്തതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അന്ന് നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങൾ. UDFൻ്റെ സമയത്ത് 22 ലക്ഷം, LDFൻ്റെ ഇപ്പോഴത്തെ കണക്കെടുക്കുമ്പോൾ ഈ ലാസ്റ്റ് വർഷത്തെ കണക്കെടുക്കുമ്പോൾ എത്രയാണ്? 42.5 ലക്ഷം. ഈ വ്യത്യാസം സംഭവിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് ചികിത്സ തേടി ഇന്ന് മുൻകാലത്ത് വരുന്ന ആളുകളെക്കാൾ വ്യത്യസ്തമായി കുറച്ചധികം പേർ വരുന്നു. പണ്ട് വളരെയേറെ സാമ്പത്തികമായി ദുർബലപ്പെട്ട മനുഷ്യർ മാത്രമേ വരുമായിരുന്നുള്ളൂ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നവർ. ഇപ്പം അങ്ങനെയല്ല. കാര്യമായൊരു മാറ്റം വന്നു. എന്തുകൊണ്ടാണ് മാറ്റം വന്നത്? നമുക്കിന്ന് സർക്കാർ മേഖലയിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ ആ സബ് സെൻറ്റേഴ്സ് മുതൽ നമ്മൾ മേലേക്ക് എടുത്താൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം വരെ ഇന്ന് ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് ലഭിക്കുന്നു. അത് ഓരോ സ്ഥലത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആലപ്പുഴയാണ്, എൻ്റെ സ്ഥലമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുണ്ട്. ഞാൻ അവിടെ ചികിത്സിച്ചാണ് അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ചികിത്സിച്ചാണ് ഞാൻ സ്റ്റെൻഡ് ഇട്ടിരിക്കുന്നത്. അവിടെ ചികിത്സിച്ചിട്ടാണ്. അവിടെയുള്ള ആധുനികമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ഏതാനും മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആലപ്പുഴ നഗരത്തിലെ ജനറൽ ആശുപത്രി 117 കോടി രൂപ മുടക്കിയിട്ടാണ്, കിബി പൈസ ഉപയോഗിച്ചിട്ടാണ് 7 നില ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ ഏറ്റവും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഏറ്റവും മികച്ച നിലയ്ക്കുള്ള ആധുനികമായ MRI സ്കാൻ ഉൾപ്പെടെ മാമോഗ്രാം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിക്കപ്പെട്ട് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി ശ്രീ ഇതെല്ലാം ശ്രീ ജോസഫ് സി മാത്യുവിനുള്ള മതിയായ മറുപടി ആയി. അപ്പോഴും 2 കാര്യങ്ങൾ, അതിന് ചുരുക്കം വാക്കുകൾ മറുപടി വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞൊരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജുകളിലേക്ക് ഇത്രയും അധികം രോഗികൾ എത്തുന്നതിൻ്റെ കാരണം ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി അവിടങ്ങളിലൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ശൃംഖല പോരായ്മ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് എന്നാണ്. മാത്രമല്ല നിങ്ങൾ തന്നെ വളരെ കർശനമായി പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് റഫറൽ ആശുപത്രികളായിരിക്കുമെന്ന്. എന്നിട്ടും ഇത്രയും രോഗികളുടെ ആധിക്യം വരുന്നത് ഈ ജില്ലാ ആശുപത്രികളുടെ അടക്കം മോശം അവസ്ഥ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് ചുരുക്കി മറുപടി പറഞ്ഞാൽ അഭ്യർത്ഥിക്കും. രണ്ടാമത് ആദ്യം അങ്ങയോട് ചോദിച്ച ചോദ്യം, ഈ മാസങ്ങളായി വൈകി ഈ കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് എങ്ങനെ നടന്നു? ശ്രീ സലാം.
ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. ശരി, സെക്കൻഡ് പറഞ്ഞ ഞാൻ കേട്ടില്ല, ആദ്യ ഭാഗം കേട്ടു. ശരി, രണ്ടാമത് പറഞ്ഞത് അതിന് ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഒരു issue അല്ല, വന്നപ്പോൾ 3 മാസത്തിലധികമായി വൈകിയ attention ഈ വിഷയത്തിൽ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ജഡിതിയിൽ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞത്? അതല്ല വേണു, 3 മാസം കൊണ്ട് ആകെ ബ്രേക്കായി കിടക്കില്ല. അതാ ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞത്. മെയ് മാസം 312 സർജറിയും ജൂൺ മാസം 242 സർജറിയും യൂറോളജി നടന്നു. അവിടെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണെങ്കിൽ സർജറി നടക്കൂലല്ലോ. എന്നാൽ വേണു പറഞ്ഞത് ശരിയാണ്, ഇടയ്ക്ക് ബ്രേക്കായി പോകും. പറഞ്ഞോളൂ ശ്രീ സലാം, കേൾക്കാം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഞാൻ ഈ കണക്ക് പറയാൻ കാരണം അതാണ്. അവിടെ ഫുള്ളി യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ബ്രേക്കായി കിടന്നിട്ടില്ല. ശരി, അതാ ഈ പറഞ്ഞ മെയ് മാസം 312 ജൂൺ മാസം ഇതുവരെ രോഗികളുടെ ആധിക്യം എന്നതിന്റെ കൂടെ മറുപടി ചുരുക്കം വാക്കുകളിൽ അത് ഞാൻ പറയാം. ശബരിയിലേക്ക് പോകണം. അവിടെയാണ് വേണു ഒരു ദീർഘ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റില്ലേ കേരളത്തെക്കുറിച്ച്? കേരളത്തിൻ്റെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് കുടുംബാരോഗ്യ കേന്ദ്രമാക്കാൻ ഈ ഗവൺമെന്റിൽ തീരുമാനിച്ചു. ആഫ്റ്റർനൂൺ കൂടി ഡോക്ടേഴ്സിന് സേവനം കൊടുക്കാൻ പറ്റുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഇപ്പോൾ എത്ര ആരംഭിച്ചത്? 885 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ LDF സർക്കാർ വന്ന ശേഷം സ്ഥാപിക്കപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു ഉൾപ്പെടെ നാട്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം. 100 കണക്കിന് OP ആണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് നടക്കുന്നത്. 100 കണക്കിന് OP ആണ്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 5416 ഈ ഗ്രാമങ്ങളിൽ കേരളത്തിലെ 5416 LDF ഗവൺമെന്റ് ഒന്നിൽ ആരംഭിച്ചാണ്. നഗരാരോഗ്യ കേന്ദ്രങ്ങൾ 380 ഈ LDF സർക്കാരിൻ്റെ സമയത്ത് ആരംഭിച്ചതാണ്. ഇവിടെ എല്ലാം രോഗികൾ വരുന്നുണ്ട്, മരുന്ന് വാങ്ങിക്കുന്നു. പക്ഷേ വേണു പറഞ്ഞൊരു കാര്യം ശരിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളെ റഫറൽ ആശുപത്രിയാക്കി തന്നെ മാറ്റുക എന്നത് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. വേണു അറിയാമായിരിക്കുമല്ലോ ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഞാൻ ആ പഞ്ചായത്ത് താമസിക്കുന്ന ആളാണ്. ഒരു സാധാരണ പനി വന്നാലും ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നേരെ പോകുന്ന ഈ മെഡിക്കൽ കോളേജിലേക്കാണ് വരുന്നത്. മെഡിക്കൽ കോളേജാണ്, സർക്കാർ ഹോസ്പിറ്റലാണ്. അവിടെ വരുമ്പോൾ ഇത് റഫറൽ ഹോസ്പിറ്റലാണ്, ഇവിടെ നിങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരനോ ഡോക്ടർക്കോ പറയാൻ പറ്റുമോ? ശരി, അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഒരു ബഹളം എന്തായിരിക്കും? ഈ പ്രശ്നം നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നം തന്നെയാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി തന്നെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യം. ശ്രീ ശബരിനാഥ്, ഇവിടെ കണക്കുകൾ എന്ന് പറയുന്നത് ചില വസ്തുതകൾ കൂടിയാണ്, അല്ലെങ്കിൽ ആ കണക്കുകളെ ഖണ്ഡിക്കൂ എന്നാണ് ആരോഗ്യമന്ത്രിയായാലും പറയുന്നത്, ശ്രീ സലാമായാലും പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഹാരിസിൻ്റെ ഈ വെളിപ്പെടുത്തൽ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ശബരി. 4 ശസ്ത്രക്രിയകളാണ് അന്ന് നടക്കേണ്ടത്, 3 നടന്നു. 4ാമത്തതാണ് ഈ 23-കാരൻ്റേത്. അതിലാണ് ഈ പ്രോബ് മെഷീനെ ഒരു തകരാറ് കാണുകയും അത് പിന്നീട് നീട്ടിവെക്കപ്പെടേണ്ടി വരികയും ചെയ്തത്. ആ വിഷയത്തെക്കുറിച്ചുള്ള വൈകാരികമായി ഹാരിസ് അനുഭവിച്ചതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞത്. അപ്പോഴും നമ്മൾ കാണേണ്ടത് 3:1 എന്ന നിലയിലാണ് സാഹചര്യം എന്നതാണ്. 4ാമത്തതൊന്ന് കേടായി പോവുകയാണ്, ഇല്ലാത്തതല്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊരു വൈകാരിക ക്ഷോഭമായിരുന്നില്ലേ? 2, ഇവിടെ ഇപ്പോൾ നിങ്ങളിത് നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ഉന്നയിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഒരു പാർട്ടിക്കാരനിൽ നിന്ന് തന്നെ ഇങ്ങനൊരു വിമർശനം കിട്ടിയ പാടെ ഒരു ആയുധം കിട്ടിയെന്ന മട്ടിൽ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകൾക്ക് നേരെ പ്രതിഷേധം. എന്തേ മുമ്പ് നിങ്ങളിത് ഏറ്റവും ശക്തമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വേണുഗോപാലിനെ അടക്കമിറക്കിയുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാതിരുന്നത്? അപ്പോൾ ഇതിൽ നിങ്ങളുടെ രാഷ്ട്രീയ കണ്ണുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയും. അതിന് കരുവായത് ഹാരിസ് ആണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തന്നെ മറുപടി പറയും. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? ആദ്യമേ തന്നെ ഡോക്ടർ ഹാരിസിൻ്റെ ആ ഒരു ഫേസ്ബുക്കിലെ കുറിപ്പ്, അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു മനോവിഷമമാണ്. പക്ഷെ ആ വിഷയത്തിൽ ഒരു ചെറിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ 2 ദിവസം കൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയുകയാണ്. കാരണം ഈ പറഞ്ഞ ഹെൽത്ത് രംഗത്തുള്ള ന്യൂനതകൾ അതെന്തുമാത്രം ആഴത്തിലുണ്ട് എന്നുള്ളത് അതിലൂടെ പല കോണിൽ നിന്ന് ആളുകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞപ്പോൾ, ഡോക്ടർമാർ പറഞ്ഞപ്പോൾ, പേഷ്യൻസ് പറഞ്ഞപ്പോഴൊക്കെ അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഞാനിതിനൊന്ന് ചേർത്ത് വായിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ടിട്ടുള്ളത് അതിനകത്തുള്ള ആളുകളാണ്.
ഇപ്പോൾ ആശാ വർക്കർമാർ, ആശാ സമരത്തിൻ്റെ ഒരു രൂപം നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യരംഗത്തുള്ള ജീവനക്കാരുടെ അസ്വസ്ഥതയായിട്ടുള്ള തൊഴിൽ സമരമാണ് ആശാ സമരം. അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമായിട്ടുള്ള ആളുകൾ അവർ തൊഴിൽ രംഗത്ത് കിട്ടേണ്ട ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ചുള്ള ഒരു വിഷമമാണ് പറയുന്നത്. അപ്പോൾ അകത്തുള്ള ആളുകൾ തന്നെ പതുക്കെ പുറത്തു വന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായിട്ട് സർക്കാർ കാണേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഈ പ്രോസസ്സിനെ കുറ്റം പറയുമ്പോൾ, സിസ്റ്റത്തെ കുറ്റം പറയുമ്പോൾ, ഇന്നലെ മറ്റൊരു ചാനലിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഈ സിസ്റ്റം ആരാണ്? ഈ സിസ്റ്റം എന്ന് വെച്ചാൽ 10 വർഷമായി ഇത് ഓടിക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ച കാര്യം, കോൺഗ്രസ് ഈ വിഷയം സഭയ്ക്കകത്ത് എത്രയോ തവണ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ചാനൽ ചർച്ചയിൽ ഹാരിസ് പറഞ്ഞു എന്ന് പറയുന്നതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം എന്തേ അങ്ങ് മനഃപൂർവ്വം പറയാതിരിക്കുന്നു? അതായത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ വന്നിട്ട് 10 വർഷമായിട്ടുണ്ടാകാം, ഈ മന്ത്രി വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ, ഞാൻ ഏതാണ്ട് 70കളുടെ പകുതി മുതൽ തന്നെ ഈ മേഖലയിലുണ്ട്, അപ്പോൾ അന്നു മുതലുള്ള പ്രശ്നങ്ങളാണ് എന്ന ഭാഗം എന്തേ ശബരി കേൾക്കാതെ പോയത്? അല്ല, തീർച്ചയായിട്ടും അത് സമ്മതിക്കുന്നു. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സിസ്റ്റം കഴിഞ്ഞ 10 വർഷമായി ഓടിക്കുന്ന ഇപ്പോഴത്തെ സർക്കാർ അത് പ്രൂവ് ചെയ്യേണ്ടതാണ്, അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഒരുപക്ഷെ മന്ത്രിയെക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർത്തുന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താണ്? ആത്യന്തികമായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ കൊടുക്കുക, മെഡിക്കൽ സംവിധാനം കൊടുക്കുക. ശരി, ശബരി കോൺഗ്രസിന്റെ കോൺഗ്രസ് ഈ വിഷയത്തിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറഞ്ഞു വന്നത്, ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും AIC സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റെന്താണ്? അത് രാഷ്ട്രീയ കണ്ണോട് മാത്രം കാണുന്നൊരു വിഷയമല്ല. ഈ വിഷയം പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലും നിങ്ങൾ അതിൽ എന്തൊക്കെ ആത്മാർത്ഥതയോടെയാണ് എന്ന് പറയുമ്പോഴും അത് സംശയിക്കുന്നില്ല. പക്ഷേ അത് നീട്ടി കൊണ്ടുപോകാൻ ഒരു പദ്ധതിയും കൂടെ നിങ്ങൾ ഇടുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ഹെൽത്ത് കമ്മീഷനെ പറ്റി ആലോചിക്കുന്നു. എന്തേ മുമ്പ് ഇത് ആലോചിക്കാതിരുന്നത്? ഹാരിസ് പറയുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെപ്പറ്റി അറിയുമായിരുന്നത്? SS ലാൽ എന്തൊക്കെ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്? ലാൽ ഇതിന്റെ ഭാഗമായി ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇനി ഹെൽത്ത് കോൺക്ലേവ് നിങ്ങൾ നടത്താൻ പോകുന്നു, എന്നിട്ട് എന്താ ആത്യന്തികമായി ചെയ്യാൻ പോകുന്നു? സർക്കാരിന് ഈ നിർദ്ദേശങ്ങളെല്ലാം സമർപ്പിക്കാൻ പോകുന്നു. അപ്പം നിങ്ങളുടെ ഒരു ദീർഘ പ്ലാൻ ഉണ്ട്. അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് സർക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും, അല്ലേ? ഓക്കെ വേണു, ഒന്നാമത് പ്രതിപക്ഷത്തിനൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതാദ്യമായിട്ടല്ല വിഷയങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ആ ഒരു കമ്മിറ്റിക്കകത്ത് അംഗമായിട്ടുള്ള ആളാണ് ഞാൻ. സാമ്പത്തിക രംഗത്തെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, സാങ്കേതിക രംഗത്തെക്കുറിച്ച് എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള രേഖകളും ഡോക്യുമെൻറ്റ്സും പ്രതിപക്ഷം സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതിൽ ഈ പറഞ്ഞ ആരോഗ്യരംഗത്തിൻ്റെ കൂടുതൽ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ ലാലിനെ കൊണ്ടുവരുമ്പോൾ അത് സീരിയസ് ആയിട്ട് പ്രതിപക്ഷം കാണുന്നത്. വെറുതെ നിങ്ങൾ സാധാരണ സമരം ചെയ്താൽ പറയും നിങ്ങൾ വെറുതെ സമരം ചെയ്യുകയാണ്. ഇത് വെറുതെ സമരം ചെയ്യുകയല്ല, ക്രിയാത്മകമായിട്ടുള്ള ഒരു UDFൻ്റെ ഓൾട്ടർനേറ്റീവ് ജനങ്ങളോട് പറയുക എന്നുള്ള പ്രതിപക്ഷ ധർമ്മം കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇനി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലത്തെ രാത്രിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഒരു വിഷയത്തിനകത്ത് UDF 0, LDF ഇത്രയും എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂമാണ്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ 40 മുതലുള്ള 70 മുതൽ ഡോക്ടർ അദ്ദേഹം കാണുകയാണ്. ആ കണ്ടിന്യൂത്തിനകത്ത് ഇല്ലാത്ത ചില കണക്കുകൾ പൊലിപ്പിച്ച് പറഞ്ഞ് ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി മന്ത്രി തന്നെ വിടുന്നത് ശരിയായിട്ടൊരു കാര്യമില്ല. അതിലൊരു ക്യാപ്സ്യൂൾ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ H. സലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അർബൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് LDF സർക്കാർ കൊണ്ടുവന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NUHM സ്കീം തുടങ്ങിയത് 2014 ഉമ്മൻചാണ്ടി സർക്കാർ, കേന്ദ്ര സർക്കാർ തുടങ്ങിയത്, UPA സർക്കാർ തുടങ്ങിയതാണ്. അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ UPAയുടെ സമയത്ത് ചെറുതായിട്ട് തുടങ്ങിയ പദ്ധതി നിങ്ങളുടെ ഭരണം വന്നപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി. ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാർ ചെറുതായിട്ട് 10-15 NUHM ക്ലിനിക്കുകൾ തുടങ്ങിയത് പിന്നെ നിങ്ങളുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. നല്ല കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എന്താ ഈ നമ്മുടെ എന്തോ ഒരു കേന്ദ്രങ്ങൾ 5000 തുടങ്ങി എന്നുള്ളത്. ഇത് ശുദ്ധമായിട്ടുള്ള അതാണ് CPMൻ്റെ തട്ടിപ്പെന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യരംഗത്ത് സബ് സെൻ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ PHC ഉണ്ട്, പ്രാഥമികാരോഗ്യ കേന്ദ്രം, അതിൻ്റെ മുകളിൽ CHC ഉണ്ട്, സാമൂഹികാരോഗ്യ കേന്ദ്രം, അതിൻ്റെ മുകളിൽ താലൂക്ക് ആശുപത്രിയുണ്ട്, അതിൻ്റെ മുകളിൽ ജില്ലാ ആശുപത്രിയുണ്ട്, അതിൻ്റെ മുകളിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, ജനറൽ ഹോസ്പിറ്റൽ ഇടയ്ക്ക് വരും. ഈ ഏറ്റവും കീഴെയുള്ള ഓരോ പഞ്ചായത്തിൽ 2-3 ഉള്ള സബ് സെൻ്ററിനെ BJP സർക്കാർ ആയുഷ്മാൻ ഭാരത് എന്ന് പേരിട്ടപ്പോൾ അതിന് നിങ്ങളുടേതാണെന്ന് കാണിക്കാൻ ഇട്ട ഒരു പേരാണ് ഇപ്പോൾ പറഞ്ഞ പേര്.
ഒരു പഴയ വിവാദം ഓർമ്മയുണ്ടോ? അവിടെ നീല പെയിന്റ് അടിച്ചപ്പം BJP പറഞ്ഞു നീല പെയിന്റ് അടിക്കല്ലേ, കാവി പെയിന്റ് അടിക്കണമെന്ന്. അപ്പോൾ എല്ലാ സബ് സെൻ്ററിലും നീല പെയിന്റ് അടിക്കുമെന്ന് വീണ ജോർജ് കൂട്ടരും പറഞ്ഞിട്ട് ഇപ്പോൾ സബ് സെൻ്ററുകളുടെ പെയിന്റ് നോക്കിയാൽ മതി. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. സബ് സെൻ്ററുകൾ പണ്ടും 5300 ഉണ്ട്. അതിൻ്റെ പേര് മാറ്റി ഈ പറഞ്ഞ ഫാമിലി യൂട്ടിലിറ്റി അങ്ങനെ ഒരു സാധനമാക്കിയെന്ന് മാത്രം. PHCകളുടെ പേര് മാറ്റി ഈ പറഞ്ഞ പ്രാഥമിക ആരോഗ്യത്തിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഫാമിലി ക്ലിനിക്കുകളാക്കി. അതിൽ ചെയ്തൊരു നല്ല കാര്യം, PHCയുടെ സമയം പണ്ട് ഏകദേശം ഉച്ചവരെയായിരുന്നു. അതിനോടൊപ്പം ഒരു ഡോക്ടറെയും കൂടെ പ്രൊവൈഡ് ചെയ്ത് എല്ലാ PHCകളെയും വൈകിട്ട് വരെ ഓടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഇൻ്റർവെൻഷന് ഗുണമുണ്ടായിട്ടില്ല. എല്ലാ PHCകളും നിങ്ങൾ വൈകിട്ട് വരെ ഓടിക്കുകയാണെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ കൂടുതൽ ഡോക്ടർമാരെ വെക്കുകയാണെങ്കിൽ, താലൂക്ക് ആശുപത്രികൾ കൂടുതൽ സംവിധാനം ഉണ്ടെങ്കിൽ എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ എന്താണ്, ശൈലജ ടീച്ചറുടെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സഭയിലുണ്ടായിരുന്നതാണ്. UDF വന്ന് താഴെ തട്ടിലുള്ള ആശുപത്രികളെ ശാക്തീകരിച്ചില്ല, ഞങ്ങൾ ശാക്തീകരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന അവസ്ഥ മാറുമെന്ന് ടീച്ചർ പറഞ്ഞതിന് ശേഷം 10ാം വർഷം ശ്രീ H. സലാം അമ്പഴപ്പൻ MLA ആണ്. ഞാൻ എപ്പോഴും ഹൈവേ കൂടെ പോകുന്ന ഒരാളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വണ്ടാനത്ത് ആക്സിഡൻറ്റും റോഡും അടക്കം റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ പറഞ്ഞു നിങ്ങൾ ടേർഷറി കെയർ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കൊണ്ടുവന്ന സൊല്യൂഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ CHCയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത് വിജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാത്തിനും ആളുകൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് വരുന്നത്. എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് ശാക്തീകരിക്കുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ വിഷയത്തിൻ്റെ ഒക്കെ ഒരു ഉത്ഭവം. ഒരു ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് UDF സർക്കാരിൻ്റെ സമയത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ്, 5 ജനറൽ ഹോസ്പിറ്റലുകളെ മെഡിക്കൽ കോളേജ് ആക്കുന്നതിൻ്റെ ഭാഗമായി മഞ്ചേരിയെ അടക്കം ചെയ്തപ്പോൾ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിനെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് നാമകരണം ചെയ്ത് 100 കുട്ടികൾക്ക് സർക്കാർ ഫീസിൽ പഠിക്കാനുള്ള MCA അപ്രൂവൽ വാങ്ങിച്ചത് നിങ്ങളുടെ ഭരണം വന്നപ്പോൾ റദ്ദാക്കി. ഒരു മെഡിക്കൽ കോളേജ് അംഗീകരിച്ച് കിട്ടിയതാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ 10-15 ലക്ഷം ആളുകളുള്ള ഈ ജില്ലയിൽ 2ാമത്തെ മെഡിക്കൽ കോളേജ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിനും മെഡിക്കൽ സീറ്റും നിങ്ങൾ റദ്ദാക്കി. നിങ്ങൾ എന്ത് പറഞ്ഞു? ജനറൽ ഹോസ്പിറ്റൽ നിങ്ങൾ ശാക്തീകരിക്കും എന്നുള്ളത്. അത് ഞാൻ പറയാനുള്ള കാരണം, ജനറൽ ഹോസ്പിറ്റലിനെ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞ് 764 കോടി രൂപയുടെ പദ്ധതി ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി നിങ്ങൾ 2018 നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ പദ്ധതിയുടെ അമൗണ്ട് 500 കോടിയാക്കി. അത് കഴിഞ്ഞ് കുറഞ്ഞ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ 150 കോടിയുടെ പദ്ധതി ഇപ്പോഴും അപ്രൂവ് ചെയ്തിട്ടില്ല. വർഷം 10 ആവുകയാണ്. UDF സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കി ജനറൽ ഹോസ്പിറ്റലിനെ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞ് 700 കോടി രൂപ കിഫ്ബി പറഞ്ഞ് അവസാനം 100 കോടി രൂപയിലേക്ക് ബഡ്ജറ്റ് 10 വർഷം കൊണ്ട് കുറച്ച് ആ വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മിനിയാന്ന് രാത്രി ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് രാത്രിയും ജനറൽ ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരു വ്യത്യാസവുമില്ല. ഡോക്ടേഴ്സും ഇൻറ്റേൺസും അവിടെ നിൽക്കുകയാണ് രാത്രി 10 മണി. അത് മെഡിക്കൽ കോളേജ് ആവട്ടെ, ഏത് താലൂക്ക് ആശുപത്രിയിലാണ് രാത്രി ഡോക്ടർമാരുള്ളത്? സത്യസന്ധമായി നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ജില്ലാ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ, താലൂക്കിൽ പോവുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് വിടുകയാണ്. ശരി, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, KMSCL ഇതോടെ പറയണം, ഇവരെല്ലാത്തിനും പൈസ കൊടുക്കുമെന്ന് പറയുമ്പോൾ നിയമസഭയിൽ കൊടുത്ത മറുപടി അനുസരിച്ച് മരുന്നുകൾ KMSCL മുഖാന്തരം വാങ്ങിക്കാൻ ഏകദേശം 800 കോടി രൂപ ഡ്യൂ ഉണ്ടെന്ന് സഭയിൽ മറുപടി പറഞ്ഞതാണ്. ഇവിടെ കാസ്പ് പദ്ധതി ഒരു ചെറിയ ഒരു പിശകൂടെ ശ്രീ H. സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു UDFൻ്റെ സമയത്ത് RSBY പദ്ധതിക്കകത്ത് 30,000 രൂപ മാത്രം ഉണ്ടായിരുന്നുള്ളത്. നിങ്ങൾ അന്ന് മനസ്സിലാക്കേണ്ടത് UDFൻ്റെ സമയത്ത് RSBY CHIS പദ്ധതിക്ക് ഒരു കുടുംബത്തിന് 30,000 രൂപ കൊടുക്കുമായിരുന്നു. CHIS പ്ലസിൽ ഒരു കുടുംബത്തിന് 70,000 രൂപ കൊടുക്കുമായിരുന്നു. സീനിയർ സിറ്റിസൺസിന് 2 പേർക്ക് 60,000 രൂപ കൊടുക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ടിൽ 3 ലക്ഷം രൂപ പെർ ഫാമിലി കൊടുക്കുമായിരുന്നു. അതിൻ്റെ മുകളിൽ അൺലിമിറ്റഡായി CM ഫണ്ടിൽ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നിർത്തി നിങ്ങൾ കാസ്പ് ആക്കി നിങ്ങൾ ഇൻഷുറൻസ് ആക്കിയപ്പോൾ എന്താണ്? ഇൻഷുറൻസിന് ഏകദേശം 1203 കോടി രൂപ കേരളത്തിലെ HMCകൾക്കും ഹോസ്പിറ്റൽസിനും കൊടുക്കാനുണ്ട്. ഈ ഇൻഷുറൻസ് പൈസയുടെ കാര്യങ്ങളൊക്കെ തിരികെ സർക്കാർ കൊടുത്താൽ മാത്രമേ HMCക്ക് പുതിയ മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഡോക്ടർ ഹാരിസ് ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ്. ശരി, അല്ല, അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കുമുള്ള കണക്കുകളുമുള്ള. ശരി ശബരി, അങ്ങ് ഈ പറയുന്ന ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായാലും ശരി, കണക്കുകളുണ്ട്. അത് കേന്ദ്രത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ്, പ്രത്യേകിച്ച് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അത് പറയാൻ കഴിയുമെന്ന് തോന്നിയ ശ്രീ അരവിന്ദ് CS, ഇവിടെ ഇപ്പോൾ ഈ ഹാരിസുമായി ബന്ധപ്പെട്ട് വന്നതാണല്ലോ ഈ പുതിയ വെളിപ്പെടുത്തലുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളും. ഇന്നിപ്പോൾ KGM-CTA പ്രതിഷേധത്തിലായിരുന്നു. നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന സ്റ്റാഫ് പാറ്റേണുമായി ബന്ധപ്പെട്ട്, അല്ലേ? അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക, അതൊക്കെയല്ലേ നിങ്ങൾ പ്രധാനമായിട്ടും ഇന്ന് ഉന്നയിച്ച വിഷയങ്ങളിൽ ചിലത്. ഒപ്പം
ഈ ഹാരിസുമായി ബന്ധപ്പെട്ട് കൂടെ നിങ്ങളുടെ നേതൃത്വം പ്രതികരിക്കുകയുണ്ടായി. ഹാരിസിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കുമെന്ന്. ഇപ്പോൾ സമാനമായൊരു സൂചന ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ ആ സംശയം മാറിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് എന്ത് സൂചന നൽകുന്നു? ഡോക്ടർ ഹാരിസ് ഇപ്പം പ്രതികരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ വേറെ മാർഗമില്ലാതെ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കി റിക്വസ്റ്റുമായിട്ട് ഓഫീസിൽ കൊടുക്കുന്നു. ആ ഓഫീസിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മാത്രമേ ഒരു മേശയിൽ നിന്ന് മറ്റൊരു മേശയിൽ പോകത്തുള്ളൂ. നല്ല ക്ലർക്കൽ സ്റ്റാഫ് ഇല്ലെന്നല്ല, പക്ഷേ ഒരു 70% പേരും നമ്മളൊരു സഹകരിക്കാറില്ല. നമുക്ക് ഓരോന്നും നമ്മൾ വളരെ പല പ്രാവശ്യം പോയി കഴിയുമ്പോൾ മാത്രമേ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറത്തുള്ളൂ. ഇത് ഗവൺമെൻറ് വരെ പോയി തിരിച്ച് സാങ്ഷനായി വരണം. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ്. സ്പെസിഫിക്കേഷൻ കൊടുക്കുക, വീണ്ടും ഇത് KMCയിൽ പോകുകയാണെങ്കിൽ KMCയിൽ പോകുക, അതിൻ്റെ ടെൻഡർ വരിക, അതെല്ലാം വളരെയധികം കാലതാമസം എടുക്കുകയാണ്. ഇത് ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആണ് പലർക്കും. അത് കാരണം തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവർ പലരും പ്രതികരിക്കാൻ മടിച്ചു മാത്രമാണ്. പക്ഷേ ശ്രീ എച്ച് സലാം MLA ഇപ്പോൾ യൂറോളജി വിഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാന വിവാദ കേന്ദ്രം. അവിടുത്തെ നടന്ന ശസ്ത്രക്രിയകളുടെ കണക്ക് പറയുകയുണ്ടായി. ഇത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം വെച്ചാൽ നമുക്കൊരു മേജർ എക്യുപ്മെൻറ്റ് വളരെയധികം ബുദ്ധിമുട്ട് വാങ്ങി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക എന്നുള്ളത് അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു CAMC കിട്ടുക അങ്ങനെയുള്ളതും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പല എക്യുപ്മെൻറ്റ്സിനും കൺസ്യൂമബിൾസ്, അതായത് ഒന്നോ കുറച്ച് പേഷ്യൻസിന് മാത്രം ഉപയോഗിച്ച് പറ്റുന്ന കുറച്ച് കൺസ്യൂമബിൾസ് ഉണ്ടാവും. അത് പ്രൊക്യൂർ ചെയ്യുന്നത് ഈ പ്രധാന ഉപകരണം പ്രൊക്യൂർ ചെയ്യുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇത്ര പേഷ്യൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കേടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ അതനുസരിച്ച് നമ്മൾ നേരത്തെ റിക്വസ്റ്റ് കൊടുക്കും. ഈ ഫയൽ പലപ്പോഴും നീങ്ങി തുടങ്ങുന്നത് തന്നെ നമ്മൾ ഈ മൊത്തം കേടായിട്ടാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിന് പ്രധാന കാരണം. അപ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിനൊരു സ്പെയർ എപ്പോഴും ഉണ്ടാകണം എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടാലും പലപ്പോഴും കിട്ടാറില്ല. അത് കാലാകാലമായുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു 8-10 വർഷമല്ല, ഇത് കാലാകാലമായുള്ള കാര്യമാണ്. ഓരോ പ്രൊക്യൂർമെൻറ്റിനും ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളാണ് പലപ്പോഴും എടുക്കുന്നത്. ഒരു മേജർ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർ ചെയ്യുന്ന വെച്ചാൽ 3-4 വർഷം വരെ എടുക്കാം. ഒരു കൊല്ലം കൊണ്ട് ഇപ്പോൾ അങ്ങ് പങ്കെടുക്കുന്നത് ഈ ചർച്ചയിൽ കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്ന ഒരു കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജുമാണ്. അവിടെ നിന്ന് ഷാഫി പറയുകയായിരുന്നു 5 MRI സ്കാനിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന്. അത് വാസ്തവമാണോ? ഇപ്പോൾ ഒരു MRI യൂണിറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ പ്രിൻ്റർ കുറച്ചൊരു റിപ്പയർ ഉണ്ട്. അത് വളരെ പഴയതാണ്, അത് മെയിൻ്റനൻസ് ആണ്, അത് പ്രവർത്തിക്കാനുണ്ട്. പിന്നെ രണ്ടാമത്തെ MRI യൂണിറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ട്രിക്കൽ ഇഷ്യൂ കാരണം ചെറിയ തീപിടുത്തമുണ്ടായി. അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് മാത്രമേ ഇനി അത് ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഇൻസ്പെക്ഷനിൽ കഴിഞ്ഞ് മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അത് 2-3 ആഴ്ചയ്ക്കകം റെഡിയാകുമെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ അത് കഴിയുമ്പോൾ അത് നന്നായി കിട്ടും. പിന്നെ 2 MRI വേറെ പ്രവർത്തിക്കുന്നുണ്ട്, 1 MRI വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ബാഹുല്യമാണ്. അല്ല, ശരിക്കും പ്രവർത്തിക്കുന്നത് എത്രയാണ്? 5 MRI സ്കാനിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ MP പറയുന്നു. എത്ര യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്? മെഡിക്കൽ കോളേജിൻ്റെ 1 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ 3 ഉണ്ടായിരുന്നതിൽ 1 പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ കണക്കുകൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? 5 MRI സ്കാനിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി സാങ്ഷനായ ഒരു MRI കൂടി ഉണ്ട്, അത് വരാനുണ്ട്. 5 MRI സ്കാനിങ് സാർ അവിടെ 3 MRI സ്കാനാണുള്ളത്. അപ്പോൾ ഈ ഷാഫി അവിടെ നിന്ന് പറയുന്നത് അവിടുത്തെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞുകൊണ്ടല്ല എന്നാണ് കരുതേണ്ടത്. അവിടെ ഇപ്പോൾ ഈ കോഴിക്കോട് MPക്ക് തന്നെ അവിടെ ഈ പറയുന്ന പ്രതിഷേധ സമരം നടത്തേണ്ടി വന്നു. അതൊക്കെ എന്ത് സാഹചര്യം കാരണമായിരുന്നു? ശ്രീ അരവിന്ദ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മറുപടിയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലായിടത്തുമുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്നല്ല. ഇപ്പോൾ ഇപ്പം പ്രൊക്യൂർമെൻ്റ് കാര്യം എന്നാണ് പ്രധാനമായിട്ട് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ പ്രൊക്യൂർമെൻറ്റിന് വേറൊരു ഇഷ്യൂ, ഈ ഫണ്ട് വരുന്നുണ്ട്, പക്ഷേ ഫണ്ട് പലപ്പോഴും തികയുന്നില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഫണ്ട് ആവശ്യത്തിന് വരുന്നില്ല. രണ്ടാമത് ക്യാസ്പിൻ്റെ ഫണ്ടുകൾ പലപ്പോഴും വളരെയധികം കാലതാമസം കഴിഞ്ഞിട്ടാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എല്ലാ കുടിശ്ശികയും തീർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾ നടക്കുക. അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിലും മുഴുവൻ പൈസ കൊടുത്തുകൊണ്ട് 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ അല്ലല്ലോ ഇത് നിവർത്തിച്ച് മുന്നോട്ട് പോകുക. പക്ഷേ ഒരു കാലാകാലങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള കാശില്ലാതെ പറ്റത്തില്ലല്ലോ. ശരി,
ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റാഫ് പാറ്റേണുമായി ബന്ധപ്പെട്ടും കൂടെ ഇന്ന് പ്രതിഷേധിക്കുമ്പോൾ ഒരു വിഷയമായി ഉന്നയിച്ചതല്ലേ ശ്രീ അരവിന്ദ്? അതെ. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഒരു ഉദാഹരണം പറയുകയായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഗൈനക്കോളജി വിഭാഗം, അതുപോലെ ഓർത്തോ വിഭാഗം, അവിടെയൊക്കെ കാര്യമായ ഒഴിവുകളുണ്ട്, പക്ഷേ അത് നികത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് ഈ രണ്ട് മേഖലയിലും ഒഴിവുകളുണ്ട്, നികത്താൻ കഴിയുന്നില്ല എന്നതൊരു വാസ്തവമാണ്. പക്ഷേ അത് സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ പറയുന്ന ഡോക്ടർമാർ തന്നെ കോടതിയിൽ പോയിരിക്കുകയാണ്. നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വരുന്ന ഒരു അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്ന്. അത് വ്യക്തമായി പറഞ്ഞാൽ ഒരു അപ്ലൈ ചെയ്തവർ ഇത് സീനിയർ റെസിഡൻസി വേണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കുറച്ച് പേർക്ക് ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്ത 1-2 പേരുണ്ട്. അപ്പോൾ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് കാരണമുള്ള സ്റ്റേ ആണ് അത്. പക്ഷേ വളരെ കാലമായി സ്റ്റേ ഉണ്ട്. ഇപ്പോൾ സംഘടന ഗവൺമെൻറ് ചർച്ച ചെയ്ത് അത് ഗവൺമെൻറ് ഇംപ്ലീഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ വേഗം ഒരു ഓർഡർ ആവുമെന്ന് പ്രതീക്ഷ. എന്തായാലും ഈ പറയുന്ന കോടതിയിലേക്ക് നിങ്ങൾ എത്തുക വഴി ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇത് ഇപ്പോഴുള്ള സ്റ്റാഫ് അല്ല കോടതി പോയിട്ടുള്ളത്, ഇനി ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ എൻട്രി കേഡറിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല മന്ത്രി ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് അത് അതിവേഗം എങ്ങനെ തീർപ്പാക്കാൻ കഴിയും ഈ പറയുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ശ്രീ എച്ച് സലാമിന് മറുപടി. കൂടാതെ ഈ പറയുന്ന ഹെൽത്ത് കമ്മീഷൻ, ഹെൽത്ത് കോൺക്ലേവ്, ഇതിലൂടെയൊക്കെ കോൺഗ്രസ് ഈ പറയുന്ന കാര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടാകാം. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എങ്ങനെയെങ്കിലും അത് പ്രതിരോധിക്കാൻ ഭരണപക്ഷവും തയ്യാറാകും. ഇത് സ്വാഭാവികമല്ലേ? അതിൻ്റെ ഭാഗമായി ഇനി ഹാരിസ് ഒരു ബലിയാടാകാനുള്ള സാധ്യതയുണ്ടോ? വേണു, ഡോക്ടർ ഹാരിസിനെ ബലിയാടാക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് സത്യത്തിനൊത്ത ഒരു തപമില്ല പോൽ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനൊരു സത്യത്തിൻ്റെ പിൻബലമുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് അതിന് ശ്രമിച്ച് കൂടുതൽ അവകാശിയരാകരുത് എന്നാണ് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട MLA സലാം പറഞ്ഞ എല്ലാ കാര്യത്തിനും മറുപടി പറയുന്നില്ല. ഞാൻ കണക്കുകൾ വെച്ചല്ലാതെ വസ്തുതാപരമല്ലാത്ത ഒരു കാര്യവും ഇവിടെ പറഞ്ഞില്ല. അതിലേതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞുമില്ല. അദ്ദേഹം മറിച്ച് പറഞ്ഞത് അവിടെ യൂറോളജിയിൽ ഒന്നും നടക്കുന്നില്ല എന്നാരും പറഞ്ഞില്ല. ഡോക്ടർ ഹാരിസിനെ പോലെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാർ അവിടെ രാവും പകലും പ്രവർത്തിക്കുകയാണ്, അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് എണ്ണം വെച്ചിട്ട് നിങ്ങൾ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നടന്നു എന്ന് സമർത്ഥിക്കാനാണെങ്കിൽ പോലും, UDFൻ്റെ കാലത്തേക്കാൾ സമർത്ഥിക്കാനാണെങ്കിൽ പോലും, അത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു വിഷയമല്ല. വിഷയം നടക്കാത്ത ശസ്ത്രക്രിയകളാണ്. ഞാൻ പറയാൻ വന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, താങ്കളിലേക്ക് വരുമല്ലോ. പറഞ്ഞുകൊണ്ടാണ് കണക്ക് പറഞ്ഞ് കളിപ്പിക്കുകയാണ് മന്ത്രി. കണക്ക് പറഞ്ഞ് കളിപ്പിക്കുന്നത് അല്ലല്ല, കണക്ക് ഇല്ല. മന്ത്രിയെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനിത് ശ്രീമതി വീണ ജോർജിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്കൊരു അഭിപ്രായമേ ഇല്ല. അവർ നോക്കിയിട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അഭിപ്രായമേ ഉള്ളൂ. ഇത് NHMൻ്റെ കാലഘട്ടം മുതൽ ഇവിടെ കേരളത്തിലെ NHMൻ്റെ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വന്നു തുടങ്ങിയ കാലഘട്ടം മുതൽ കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരു വസ്തുതയാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഞാൻ ശ്രീ സലാം പറയുന്നതിലെ പെശക എവിടെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ എല്ലാ ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു, അവിടെ എല്ലാം രോഗികളുടെ എണ്ണവും ഡബിളായി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം വളരെ മോശമായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ വലിയ ഗുരുതരമായ പഠനം നടത്തണം. എല്ലാ ആശുപത്രികളിലെയും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു, ആശുപത്രികളുടെ എണ്ണവും വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ രോഗാതുരമായി പോയി എന്നാണ്. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ നെറ്റ്വർക്ക് നടക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം മഞ്ചേരി, കോന്നി ഇതുപോലത്തെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, വസ്തുതാപരമായ കണക്കായിരിക്കും. 3.5 ലക്ഷത്തിൽ നിന്ന് 6.5 ലക്ഷത്തിലേക്ക് രോഗികൾ വർദ്ധിച്ചാൽ ഡോക്ടർമാരുടെയും അനുബന്ധ സൗകര്യങ്ങളും വർദ്ധിക്കണ്ടേ? വർദ്ധിച്ചില്ല എന്നുള്ളത് കണക്കല്ലേ, CAG പറഞ്ഞ കണക്കല്ലേ? അതിനെന്താ മറുപടി? അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾക്ക് മുൻകാലങ്ങളിൽ കിട്ടിയ കെയർ ഇവിടെ കിട്ടുന്നുണ്ടോ? അതിന് മറുപടി പറയണ്ടേ? ഇനി മരുന്നുകളുടെ കാര്യം കണക്ക് തന്നെ പറയാം. KMSCയിലാണ് മരുന്ന് വാങ്ങുന്നത്. 600 കോടിയുടെ മരുന്നാണ് കഴിഞ്ഞ വർഷം വാങ്ങിയത്, 150 കോടിയാണ് കൊടുത്തത്. ഫലം കഴിഞ്ഞ വർഷം ടെൻഡറിൽ 216 കമ്പനികൾ പങ്കെടുത്തപ്പോൾ ഈ വർഷം 187 കമ്പനികളെ പങ്കെടുത്തുള്ളൂ. തെറ്റായ കണക്കാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക?
CAG-യുടെ കണക്ക് തെറ്റാണ്. CAG-യുടെ കണക്ക് തെറ്റാണ്. ഒരു താങ്കൾ ഭരിക്കുന്ന നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിന്റെ CAG-യുടെ ചാപ്റ്റർ 4 ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതൊക്കെ അങ്ങ് ചൂണ്ടിക്കാട്ടി ആദ്യ ഘട്ടത്തിൽ 2014-16 മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി മരുന്നിന് വാങ്ങിയത് 130 കോടി നീക്കിവെച്ച തുക. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1000 കോടി. അപ്പോൾ എത്ര ഗണ്യമായൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആ കണക്ക് കള്ളക്കണക്കാണെന്നാണോ? നീക്കി വെച്ചതല്ല, കൊടുത്ത കണക്കാണ് പറയുന്നത്. ഞാൻ ഇതാണ് പറഞ്ഞത്. 530 കോടി രൂപയാണ് നീക്കി വെച്ചത് 14 മെഡിക്കൽ കോളേജുകൾക്ക്. 295 കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല, ബഹുമാനപ്പെട്ട മന്ത്രി കെ ബാബുവിന് മാർച്ച് 3-ാം തീയതി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അപ്പൊ നീക്കിവെച്ച കഥ അവിടെ നിൽക്കട്ടെ. അതാണ് ആക്ച്വൽസ് പരിശോധിച്ചിട്ട് CAG വെച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ഇതിന്റെ കഥയാണ് പറയുന്നത്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയട്ടെ. ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ നമ്മൾ ചെറുതാക്കി കാണരുത്. 4 ശസ്ത്രക്രിയ നടന്നു. വേണം ഒരു കാര്യം കൂടെ മാത്രം. ഹാരിസ് പറഞ്ഞത് 3 ശസ്ത്രക്രിയ നടന്നു, ഒരെണ്ണം നടക്കാതിരുന്നപ്പോഴത്തെ ഒരു വികാര വിക്ഷോഭത്തിൽ പറഞ്ഞു പോയത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇത്രയധികം രോഗികൾ വർദ്ധിച്ചു, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളെല്ലാം കൂടുതലാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ രോഗികൾ സ്വയം പണം കണ്ടെത്തി ചികിത്സിക്കേണ്ടത് കേരളത്തിൽ വളരെ കൂടുതലാണ്. സ്വകാര്യ ആശുപത്രികൾ ഒരുപാടുണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആശ്രയിക്കുന്ന രോഗികൾക്ക് പോലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ സർജിക്കൽ ഉപകരണം മേടിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് വിടണം. നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള സർജിക്കൽസിൻ്റെ മുന്നിലോട്ട് നിങ്ങളൊരു ക്യാമറ ഇട്ടേ. എങ്ങനെയാണ് ഈ രോഗികളുടെ ശസ്ത്രക്രിയ നടക്കുന്നത്? ഇന്നലെ മാത്രം തുടങ്ങിയതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഓപ്പറേഷൻ ആവശ്യമായ സാമഗ്രികൾ പോലും കിട്ടുന്നില്ല. അവരെ കൊണ്ട് ഞങ്ങൾ പിരിവ് കൊടുപ്പിച്ച് ഏജന്റിന് പണം GPay അയച്ചിട്ട് വാങ്ങേണ്ടി വരുന്നു. ഇതൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നെ തകർത്ത് കളയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ കുറച്ചിട്ട് ശസ്ത്രക്രിയയുടെ എണ്ണം വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശരി ശരി. അല്ലെങ്കിൽ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് പറയും. സമയം കഴിഞ്ഞു. വേഗം ചുരുക്കി. ജോസഫ് സി മാത്യു സാർ, അങ്ങ് ക്ഷമിക്കണം, സമയം കഴിഞ്ഞിരിക്കുന്നു. വേഗം ശ്രീ സലാം. അതൊന്ന് അദ്ദേഹം ഈ തസ്തികയെക്കുറിച്ച് പറഞ്ഞത് വേണു വളരെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ഇതുവരേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ ചരിത്രമെടുത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ തസ്തിക സൃഷ്ടിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. 1832 തസ്തിക സൃഷ്ടിച്ചു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മാത്രം 25 തസ്തിക, കഴിഞ്ഞ 2023 മാത്രം 25 പുതിയ പോസ്റ്റ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആകെ 420 തസ്തിക ഈ ഗവൺമെൻറ് സൃഷ്ടിച്ചാണ്. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ ഞാൻ ഈ കണക്ക് പറയുന്നത് പുറകോട്ടുള്ള കണക്ക് നമ്മൾ നോക്ക്. മുൻ ഗവൺമെന്റ് കാലത്ത് കണക്ക് നോക്കി ധനകാര്യ വകുപ്പ് പലപ്പോഴും CAG-യുടെ കണക്ക് നോക്കി ഡോക്ടർമാരുടെ എണ്ണം ഇത് യാഥാർത്ഥ്യമായി കേരളത്തിൽ നിൽക്കുകയാണെന്ന്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിൽ ജോലി എടുക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം പറയും. അതാ പറഞ്ഞേ, ജോലി എടുക്കുന്ന ഡോക്ടേഴ്സിന്റെ അതാ പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ഈ ഗവൺമെന്റ് വന്ന ശേഷം 1832. അതിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 420. അല്ല, പക്ഷേ ശ്രീ സലാം, ആരോഗ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അല്ല, കാലഹരണപ്പെട്ട സ്റ്റാഫ് പാറ്റേൺ വഴി തന്നെയാണ് ഇപ്പോഴും പോകുന്നത് എന്ന്, അത് മാറ്റേണ്ടതുണ്ട് എന്ന്. അത് സ്വാഭാവികമായിട്ടും വേണമല്ലോ. അതല്ലേ ഞാൻ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അധികമാകുന്നതിന്റെ കണക്ക് പറയുമ്പോൾ അതിനാനുപാതികമായ സ്റ്റാഫ് പാറ്റേണും പരിഷ്കരിച്ചു എന്ന് പറയാതിരിക്കുന്ന സാഹചര്യത്തെയാണ് മന്ത്രിക്ക് പോലും തിരുത്താൻ കഴിയാത്ത സംവിധാനം എന്ന് പരിഷ്കരിക്കപ്പെടണം. സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണം എന്ന കാര്യത്തിൽ പോസിറ്റീവായ നിലപാട് ഞങ്ങൾക്കെല്ലാം MLA ഞാൻ ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഗവൺമെന്റ് സമയത്ത് മാത്രം ഇത്രയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് യാഥാർത്ഥ്യത്തെ മാറ്റി ശബരി, എനിക്ക് അങ്ങനെയൊക്കെ വരാൻ കഴിയില്ല. വളരെയധികം ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ സലാം, സമയം കഴിഞ്ഞതുകൊണ്ടാണ് ക്ഷമിക്കണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.